തച്ചത്, ആ ആളാണ് തച്ചത്, ഈ ആളാണ് തല്ലിയത്. സ്ത്രീകളൊക്കെ പോകുമ്പോൾ പറഞ്ഞേക്ക അറിയില്ല, നാട്ടുകാരെന്ന് പേര് ഇവരാണ് പറയുന്നത് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന്. അതെന്ത് ന്യായം? ജനങ്ങളെ ഞെക്കിപ്പിഴിയാൻ CPM ഒത്താശയോടുകൂടി DTPCയോ? എതിർക്കുന്നവരെ അടിച്ചമർത്തുവാൻ ഗുണ്ടാപടയുമായി കരാറുകാരനോ? ഇടതുപക്ഷമേ നിങ്ങൾ നശിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി ഉത്സവ നാളുകളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പടിഞ്ഞാറേക്കര അഴിമുഖത്തിന്റെ ഭാവി സാധ്യതകളെയാണ്. കാലങ്ങളായി ജനങ്ങൾ സമാധാനത്തോടുകൂടി സന്തോഷം പങ്കിടുവാൻ വരുന്ന അഴിമുഖം ഇപ്പോൾ ഭീതിയുടെ മറ്റൊരു മുഖമായി മാറുന്നു. DTPCയുടെ അധീനതയിലല്ലാത്ത സ്ഥലത്തു പോലും പ്രവേശനത്തിന് പണം വാങ്ങി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും തടയുന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തി. ഇത് നടക്കുന്നത് പടിഞ്ഞാറേക്കര അഴിമുഖത്താണ്. എന്റെ മേത്ത് തൊട്ടിക്കണ് വര്. ഞാനൊന്ന് അപ്പുറത്തേക്ക് കടന്നാണ്. വെറുതെ അത്ര പോരാ ആൾക്കാർ സ്ത്രീകളൊക്കെ പോകുമ്പോൾ പറഞ്ഞേക്ക. സ്ത്രീകളൊക്കെ ഇവൻ ചെയ്തത് ശരിയല്ല സാറേ. സ്ത്രീകളൊക്കെ പോകുമ്പോൾ അവരാണ്ട് പറഞ്ഞേക്ക. എൻ്റെ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഈ കടപ്പുറത്തുണ്ട്. അവർ ടിക്കറ്റ് എടുത്ത് കയറിയാണ്. അവരെ അടുത്തേക്കാണ് ഞാൻ പോണേ. എൻ്റെ ഫാമിലി അവിടെ ഉണ്ട്. അവരെ തിരഞ്ഞിട്ടാണ് ഞാൻ വന്നിക്കണേ. സംഭവിച്ചത് തന്നെ അപ്പുറത്ത് കടന്നതിന് ഇത് അയാൾ വെറുതെ കൈ വെച്ച് നമുക്ക് അടിക്കാൻ അറിയാണ്ടല്ല, വെറുതെ കൈ വെച്ച് കഴിഞ്ഞാൽ വിവരറിയും. വിവരറിയും. നാട് ഞങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. ഈ നാട്ടിലുള്ള ആൾക്കാർ ഞങ്ങൾ പുറത്തൂരുള്ള ആൾക്കാരാണ്. അല്ല ഞങ്ങളിവിടെ മറ്റേ ഇവിടെ ഉള്ള അമേരിക്കയിലുള്ള ആൾക്കാരാണല്ലോ, ഈ പുറത്തൂരുള്ള ആൾക്കാരാണ്. പുറത്തുള്ള ആൾക്കാരാണ്. ഒരു കാരണമില്ലാതെ മേത്ത് കൈ വെച്ചാണ് അവർ. മര്യാദക്ക് പറഞ്ഞോ ഞങ്ങളുടെ പോകൂലേ. ഗുണ്ടാ വിളയാട്ടത്തിന് അനുമതി നൽകുകയാണോ CPM? പതിറ്റാണ്ടുകളായി പെരുന്നാളും ഓണവും വിഷുവും അടക്കം ആഘോഷിക്കുവാൻ ദൂരെ നിന്ന് പോലും ജനങ്ങൾ വരുന്ന പടിഞ്ഞാറേക്കര അഴിമുഖത്തിന്റെ ഭാവി ടൂറിസത്തെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ നിലപാടുമായി ജില്ലാ ടൂറിസം വകുപ്പ് മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ മൗനം വെടിയുന്നത് പടിഞ്ഞാറേക്കരയുള്ള പ്രതിപക്ഷവും. നിങ്ങളായിട്ടുണ്ടാക്കുന്ന നിയമമാണ്. ഗവൺമെന്റ് ഈ തീരത്തിന് ബീച്ചിനെ പറ്റിയൊരു ഗവൺമെന്റ് എടുത്ത് ഉണ്ടാക്കിയിട്ടില്ല, ഒരു നിയമം വെച്ചിട്ടില്ല. അത് നിങ്ങളായിട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടത് നിങ്ങൾ മുമ്പോട്ട് പോവാ. ന്യൂസ് അല്ലത്, മുമ്പോട്ട് വന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അറിയില്ല, നാട്ടുകാരെന്ന് പേര് ഇവരാണ് പറയുന്നത് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന്. അതെന്ത് ന്യായം? ഇതിൽ ഞങ്ങൾ തീരം കാണാൻ തീരം ഒരാൾക്ക് 60 ഉറുപ്പ്യ ചോദിക്കുന്നത് എന്ത് ന്യായം? ഇതിൽ ക്യാഷ് കൊടുക്കാത്തവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കുകയാണെങ്കിൽ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇവിടെ അങ്ങോട്ട് കടത്തിൻ്റെ അതേ നമുക്ക് അറിയേണ്ടുള്ളൂ. അത് ന്യായമായിട്ട് അത് എന്ത് കിട്ടണം. ടിക്കറ്റ് എടുക്കാതെ ഒരു വ്യക്തി ഇങ്ങോട്ട് കയറി വന്ന് അതിന് ടിക്കറ്റ് എടുക്കാത്തതിന് അതിനെ പിടിച്ച് പുറത്താക്കിയത് അത്രേ ഉള്ളൂ. അവനെ കയ്യേറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കും വേണ്ട. അത്രേ ഉള്ളൂ. പുറത്തൂരും പിന്നെ താന്നൂരും എല്ലാം ഇവിടെ നാട്ടിലുള്ളവർ തന്നെ. ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ടിക്കറ്റ് എടുത്തിക്കണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അവന് ടിക്കറ്റ് എടുത്തിട്ടില്ലാതെ അവൻ അങ്ങോട്ട് നടന്നു പോവാ. പാർക്കിലേക്ക് കടക്കുവാനുള്ള 10 രൂപ മാറ്റി 20 രൂപ ആക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും ഇരട്ടി വർധനമാണ് പെരുന്നാൾ, വിഷു അടക്കമുള്ള ആഘോഷനാളുകളിൽ ഇവിടെ ഈടാക്കുന്നത്. 10-ൽ നിന്നും 20-ഉം 20-ൽ നിന്ന് 60-ലേക്കുമാണ് ഇവിടെ വാങ്ങുന്നത്. ഇത് നൽകാത്തവരെ ഗുണ്ടാ രീതിയിൽ ഇടപെടുന്ന സമീപനം വേറെയും. സ്ത്രീകളോട് പോലും മോശമായ രൂപത്തിലാണ് ഇവിടെയുള്ളവർ പെരുമാറുന്നത്. നമ്മളെ മക്കളൊന്നാണ് പോയപ്പോ നമ്മളെ മക്കൾക്കൊന്നും കാണിച്ചല്ലേ. ആരാവട്ടെ മോനെ, ഈ ചെറിയ പൈത മക്കളായിട്ട് അവളെ എടി പൊടി എന്തായാലും വിളിക്കണ്ട. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ അവിടെ കൊലപാതകം കഴിഞ്ഞിട്ട് വരും ഞാൻ. കാരണം ഞാനിപ്പോ പ്രസാദ് നിൽക്കുന്നോട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മളാ പ്രാവും കൂടെ അവിടെയാണ് എന്റെ രണ്ടാമത്തെ മോളായിട്ട് നിൽക്കുന്നത്. കാരണം ഇവര് വാങ്ങി പോയി ഇത് കാണാൻ ആക്രാന്തമായിട്ട് കുറെ മക്കളും എല്ലാം കൂടിയിട്ട് എന്റെ പേരെ കുട്ടികൾ ഞങ്ങൾ രണ്ടാളും അവിടെ നിൽക്കുക. ആദ്യം വേണ്ടി പൗസിയ ചെക്കന്മാരെ നായിനെ മോളെന്നെല്ലാം വിളിക്കുക. അവിടെ അങ്ങനെ വിളിക്കണ്ടേ? അതും ഞാൻ പറയാം. ഒരു മാനത എന്ന് പറഞ്ഞത് അവിടെ കാണിച്ചില്ല പ്രസാന്റെ. ഇത് ഭയങ്കര സങ്കടമുണ്ട്. ടിക്കറ്റ് എടുത്ത ആൾക്കാരാ അതിനുമേ നിന്നിട്ട് അവരഞ്ചു അവരായിട്ട് എന്താണ്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിടോ. ഇതൊരു മാസം കഴിഞ്ഞിട്ട് അവിടെ കൊലപാതകം നടക്കാം. DTPCയുടെ അല്ലാത്ത സ്ഥലങ്ങളിൽ മുളകൾ വെച്ച് കെട്ടി ഇതിലൂടെ തീരത്തേക്ക് വരുന്നവരെയും വെറുതെ വിടാതെയാണ് ഇവിടെ പെരുമാറുന്നത്. പ്രദേശവാസികളോട് പോലും ഒരു ദയയും കാണിക്കാത്തത് കാരണം ഇവിടെ സംഘർഷങ്ങൾ നിത്യസംഭവമാകുന്നു. ആളാണ് തച്ചത്, ഈ ആളാണ് തല്ലിയത്.
എത്ര ആൾക്കാർ പറഞ്ഞു അയാൾ തച്ചു അയാളെ പോയി തല്ലി തല്ലാൻ പാടില്ല. ഇനിയിപ്പോ എന്ത് വിഷയം തല്ലാൻ പാടില്ല. ഉണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഇയാളാണ് തല്ലിയത്. അതിപ്പോ കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പകർത്തുവാൻ പോയ ഞങ്ങളോട് ഇതിന്റെ കരാറുകാരൻ എന്ന് പറയുന്ന ആൾ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. ഇദ്ദേഹം CPM അനുഭാവിയാണെന്ന രൂപത്തിൽ പോലും സംസാരിക്കുന്നു. പ്രദേശത്തുള്ള കുറെ പാവപ്പെട്ട ചെറുപ്പക്കാരെ പ്രദേശത്ത് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ തീരത്ത് നിർത്തി ഇതിലൂടെ വരുന്ന പ്രദേശവാസികളെ തടയുന്ന രീതിയും ഇതിനാൽ ഇവിടെ പലപ്പോഴും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന പ്രവണതയും കാണാം. ഇത് കാരണം ഭാവിയിലും ഇവിടെ ഇതിന്റെ പേരിൽ സംഘർഷമുണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ പുറത്തൂർ ഭരിക്കുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി മൗനം പാലിക്കുന്നതും ഇതിനു പിന്നിൽ CPMന്റെ വലിയൊരു വിഭാഗം ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ? 10 രൂപയിൽ നിന്നും 20 രൂപയിലേക്ക് ചാർജ് ആക്കിയപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി വന്ന DYFIയെ പോലും ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്ന് പോലും അറിയുന്നില്ല. 9-ാം തീയതി പാർക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് DTPCയുടെ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം അറിഞ്ഞില്ലെന്ന നിലപാടിലാണ് കരാറുകാരൻ. എന്നാൽ യോഗത്തിൽ പങ്കെടുത്തവരും DTPC സെക്രട്ടറിയും എടുത്ത പല നല്ല തീരുമാനങ്ങൾ പോലും ഇവിടെ നടപ്പിലാക്കുവാൻ കരാറുകാർ തയ്യാറായില്ല. കാലങ്ങളുടെ പ്രയത്നഫലമായി ഇവിടെ വളർത്തി വലുതാക്കിയ സബോക് മരങ്ങൾ പോലും വെട്ടി നശിപ്പിച്ചതും കാണാം. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങളെ പിഴിയാൻ വേണ്ടിയോ? ന്യൂസ് ഡെസ്ക് ന്യൂസ് 99.